നമസ്കാരം, ഞാൻ ശിവദാസ്. നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്നലെ നമ്മൾ രാമായണ കഥയുടെ ഒരു ആമുഖം പറഞ്ഞു നിർത്തി. ഇന്ന് നമുക്ക് ശ്രീരാമൻ്റെ ജനനത്തെക്കുറിച്ച് ഒരല്പം ഒന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ ലോകകണ്ടകനായിട്ട് എല്ലാ തരത്തിലുള്ള മാതൃവധം, പിതൃവധം, സഹോദരവധം, ഭാര്യാവധം, സ്ത്രീകളെ എല്ലാവരെയും കൂട്ടത്തോടെ ആക്രമിക്കുക, എല്ലാ തരത്തിലുമുള്ള ദുർവൃത്തികളൊക്കെ ചെയ്ത് ഭൂമിയിൽ വല്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിദേവി എല്ലാ തരത്തിലുള്ള ആവലാതികളോട് കൂടിയിട്ട് സ്വർഗലോകത്ത് ചെന്ന് ഇന്ദ്രനെ കണ്ടു. ഇന്ദ്രനോട് ആവലാതികളൊക്കെ പറഞ്ഞു. ഇന്ദ്രൻ നേരെ ഭൂമിദേവിയെയും കൂട്ടിയിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. പക്ഷേ ബ്രഹ്മാവിന് രാവണ നിഗ്രഹം അനുചിതമാണെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഇന്ദ്രനെയും ഭൂമി മാതാവിനെയും കൂട്ടി നേരെ പരമശിവന്റെ അടുക്കൽ ചെന്നു. പരമശിവൻ തനിക്ക് ദുസാധ്യമാണത് എന്ന് മനസ്സിലാക്കിയിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. മഹാവിഷ്ണു ഇവരുടെ സങ്കടങ്ങളെല്ലാം മനസ്സിലാക്കി പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹം ഇവരോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് ജനിച്ച് ഈ ലങ്കയിലെ രാവണൻ്റെ ഇത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾക്കെല്ലാം അറുതി വരുത്തി ഭൂമി മാതാവിന്, ഭൂമിദേവിക്ക് എല്ലാ തരത്തിലുള്ള നന്മകളും ഉണ്ടാകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാം. അങ്ങനെ ഭൂമിദേവിയെയും ശിവനെയും ഇന്ദ്രനെയും ബ്രഹ്മാവിനെയും ഒക്കെ സംതൃപ്തരാക്കി പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഇതാണ് രാമായണത്തിൽ ശ്രീരാമൻ്റെ ജനനത്തിൻ്റെ ഒരു പശ്ചാത്തലം. എന്നാൽ അയോധ്യയെ തലസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ദശരഥ മഹാരാജാവിന് ഏറെക്കാലമായിട്ടും പുത്രസന്താനങ്ങൾ ഉണ്ടായില്ല. ഭാര്യയായിട്ടുള്ള കൗസല്യയിൽ അദ്ദേഹത്തിന് ശാന്ത എന്നൊരു പെൺകുട്ടി ജനിച്ചു. ശാന്ത കൊട്ടാരത്തിൽ വളർന്നു വരികയാണ്. ആ സമയത്ത് അംഗരാജാവും സുഹൃത്തുമായിട്ടുള്ള ലോമപാദൻ ദശരഥ മഹാരാജാവിനെ സന്ദർശിക്കാനെത്തി. ലോമപാദൻ ശാന്തയെ കണ്ടു. ശാന്തയുടെ കുസൃതികളും ലീലകളും ഒക്കെ കണ്ടപ്പോൾ കുട്ടികളില്ലാതിരുന്ന ലോമപാദന് ശാന്തയിൽ ആഗ്രഹം തോന്നി. ശാന്തയെ മകളായി തരുമോ എന്ന് ദശരഥ മഹാരാജാവിനോട് യാചിച്ചു. ഒരാളുടെ യാചനയും തിരസ്കരിക്കാത്ത ദശരഥ മഹാരാജാവിൻ്റെ പാരമ്പര്യം. അദ്ദേഹം കുറച്ചാലോചിച്ചതിന് ശേഷം ദശരഥ മഹാരാജാവ് ശാന്തയെ ലോമപാദന് കൊടുത്തു. അങ്ങനെ ദത്തുപുത്രിയായിട്ട് ലോമപാദൻ ശാന്തയെയും കൊണ്ടുപോയി. വീണ്ടും ഒരു പുത്രസന്താനം ഉണ്ടാകുമോ എന്ന് ആഗ്രഹിച്ചിട്ട് മോഹിച്ചിട്ട് കേകയത്തിൻ്റെ പുത്രിയായിട്ടുള്ള കൈകേയിയെ അദ്ദേഹം രണ്ടാമത് വിവാഹം ചെയ്തു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലും പുത്രൻ ഉണ്ടായില്ല. പിന്നീടാണ് കാശിരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സുമിത്രയെ വിവാഹം ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, സുമിത്രയിലും ദശരഥ മഹാരാജാവിന് പുത്രസന്താന ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ദശരഥ മഹാരാജാവ് മൃഗയ വിനോദത്തിനായിട്ട് സരയൂ നദിയുടെ തീരത്തിലൂടെ യാത്രയാകുകയായിരുന്നു. ആ യാത്രയ്ക്കിടയിൽ ഒരു രാത്രിയിൽ തമസാ നദിയുടെ കടവിൽ ആന വെള്ളം കുടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ആനയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ദശരഥ മഹാരാജാവ് അസ്ത്രം തൊടുത്തുവിട്ടു. പക്ഷേ അസ്ത്രം കൊണ്ട ഉടൻ തന്നെ ഒരു യുവാവിൻ്റെ, ഒരു ബാലൻ്റെ ദീനരോദനമാണ് കേൾക്കാനിടയായത്. അത്
ശ്രാവണൻ എന്ന മുനികുമാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ധരായിട്ടുള്ള മാതാപിതാക്കൾക്ക് കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദമാണ് ദശരഥ മഹാരാജാവ് കേട്ടത്. അതാണ് ആന വെള്ളം കുടിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം അസ്ത്രമെയ്തത്. മുനികുമാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വെള്ളം കൊണ്ടുപോയി എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ചരമഗതിയെ പ്രാപിച്ചു. ദശരഥ മഹാരാജാവ് വളരെ ദുഃഖാർത്ഥനായിട്ട് മടിച്ച് ആ വൃദ്ധമാതാക്കളുടെ അടുത്തെത്തി. അദ്ദേഹം നടന്ന വിവരങ്ങളെല്ലാം ഒരു കുറവുമില്ലാതെ ആ വൃദ്ധമാതാക്കളോട് പറഞ്ഞു കേൾപ്പിച്ചു. ആ പിതാവ് നീയും പുത്രദുഃഖത്താൽ മനസ്സുരുകി മനസ്സു വെന്ത് മരിക്കാനിടയാവട്ടെ എന്ന് ശപിച്ചു. ശപിച്ച ഉടൻ തന്നെ ആ പിതാവും അവിടെ വീണ് മരിച്ചു. രാജാവ് മുനിയെയും മുനികുമാരനെയും ഒരേ ചിതയിൽ ദഹിപ്പിച്ചു. ആ കത്തിക്കൊണ്ടിരുന്ന ചിതയിൽ ചാടി ആ മാതാവും ചരമം പ്രാപിച്ചു. തനിക്ക് ലഭിച്ച ശാപം ഏറെ ദുഃഖം നൽകുന്നതാണെങ്കിലും അതിലൊരു പ്രതീക്ഷയുടെ നാമ്പുള്ളതായി ദശരഥ മഹാരാജാവ് മനസ്സിലാക്കി. താനും പുത്രദുഃഖത്താൽ മരിക്കട്ടെ, അപ്പോൾ തനിക്ക് പുത്രനുണ്ടാകുമല്ലോ എന്ന ഒരു പ്രതീക്ഷ ദശരഥ മഹാരാജാവിൻ്റെ ഉള്ളിലുണ്ടായി. കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ഋഷ്യശൃംഖനെ വിളിച്ചു വരുത്തി ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി നടത്താൻ തീരുമാനിച്ചു. ഈ ഋഷ്യശൃംഖൻ ആണ് ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ നമ്മൾ ലോമപാതന് കൊടുത്തുവിട്ട ആ ശാന്തയെ വിവാഹം ചെയ്തിരിക്കുന്നത്. പുത്രകാമേഷ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഋഷ്യശൃംഖനും ശാന്തയും ഒക്കെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. യാഗം ആരംഭിച്ചു. യാഗം ആരംഭിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു പായസപാത്രവുമായിട്ട് ഒരു സ്വർണ്ണത്തളികയിൽ നിറഞ്ഞ പായസത്തോടു കൂടി ഒരു ദിവ്യപുരുഷൻ ഉയർന്നു വന്നു. അദ്ദേഹം ഈ വസിഷ്ഠ മഹർഷിയുടെ കയ്യിൽ പായസം കൊടുത്തിട്ട് അഗ്നിയിൽ തന്നെ മറയുകയാണ് ഉണ്ടായത്. മന്ത്രജപത്തോടു കൂടി ആ പായസപാത്രം മുനി ദശരഥ മഹാരാജാവിനെ ഏൽപ്പിച്ചു. ദശരഥ മഹാരാജാവ് പ്രാർത്ഥനയോടുകൂടി അടുത്തു നിന്ന കൗസല്യയ്ക്കും കൈകേയിക്കും ആ പായസം തളികയിൽ നിന്ന് സ്വർണ്ണത്തളികയിൽ നിന്ന് പകർന്നു കൊടുത്തു. കൗസല്യയും കൈകേയിയുമാവട്ടെ കൗസല്യയ്ക്ക് കിട്ടിയ പായസത്തിൽ നിന്നും പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. കൈകേയിയും തനിക്ക് കിട്ടിയ പായസത്തിൽ നിന്നും പകുതി എടുത്ത് സുമിത്രയ്ക്ക് കൊടുത്തു. പായസം കഴിച്ച മഹാറാണിമാർ ഗർഭവതികളാകുകയും പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ കൗസല്യ പ്രസവിച്ചു, കൈകേയി പ്രസവിച്ചു, സുമിത്രയാകട്ടെ 2 സന്താനങ്ങൾക്ക് ജന്മം നൽകി. കൗസല്യ പ്രസവിച്ച പുത്രന് ശ്രീരാമനെന്നും കൈകേയി പ്രസവിച്ച പുത്രന് ഭരതനെന്നും സുമിത്രയുടെ പുത്രന്മാർക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നനെന്നും പേരിട്ട് വിളിച്ചു. അങ്ങനെ കൗസല്യപുത്രനായി ശ്രീരാമചന്ദ്രനായി മഹാവിഷ്ണു അവതാരമെടുത്തു. ഇതാണ് ശ്രീരാമൻ്റെ ജനനത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കഥ. ഈ ദശരഥ മഹാരാജാവിൻ്റെ ആദ്യത്തെ പേര് നേമി എന്നായിരുന്നു. നേമി ഇന്ദ്രൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു. ദേവലോകത്ത് ശംബരൻ എന്ന ഒരു അസുരൻ ആക്രമിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയപ്പോൾ ഇന്ദ്രൻ നേമിയെ അവിടേക്ക് ക്ഷണിച്ചു. നേമി കൈകേയിയുടെ കൂടെയാണ് അവിടെ എത്തുന്നത്. അവിടെ ചെന്ന് പലതരത്തിലുള്ള പല രീതിയിലുള്ള യുദ്ധങ്ങൾ ശംബരനുമായിട്ട് നേമിക്ക് ചെയ്യേണ്ടി വന്നു. ശംബരൻ എന്ന് പറഞ്ഞാൽ 10 ദിക്കിൽ നിന്നും ഒരേ സമയം ആക്രമണം അഴിച്ചുവിടാൻ കെൽപ്പുള്ള ഒരു അസുരനായിരുന്നു. ഇദ്ദേഹമാകട്ടെ നേമി അതുകൊണ്ട് 10 ദിക്കിലേക്കും ഒരേ രഥത്തെ തന്നെ ദ്രുതവേഗത്തിൽ പായിച്ച് യുദ്ധം നടത്തി.
അങ്ങനെ മിന്നൽ വേഗത്തിൽ 10 ദിക്കിലേക്കും ഒരേപോലെ ശക്തമായി യുദ്ധം നടത്തിയതിൻ്റെ അങ്ങനെ യുദ്ധം നടത്തി അദ്ദേഹം യുദ്ധം ജയിച്ചു, ചമ്പറിനെ കീഴടക്കി, ഇതിൽ നിന്നെല്ലാം മോചിപ്പിച്ചു കൊടുത്തു. അങ്ങനെ 10 ദിക്കിലേക്കും ഒരേപോലെ ഒരേ സെക്കൻഡിൽ യുദ്ധം നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ, 10 ദിക്കിലേക്കും രഥം തെളിച്ച് യുദ്ധം ചെയ്യാനായിട്ട് സമർത്ഥനായവൻ എന്ന അർത്ഥത്തിൽ ദശരഥൻ എന്ന് പേര് നൽകിയത്. ഈ യുദ്ധത്തിൽ ഇടയ്ക്ക് രഥചക്രത്തിൻ്റെ കീലകം, അതിലൊരു ആണി, അത് ഊരിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ അത് ഊരിപ്പോകാതിരിക്കാൻ കൂടെയുണ്ടായിരുന്ന കൈകേയി ആ കീലകത്തെ തൻ്റെ വിരൽ വെച്ചമർത്തി രഥചക്രം ഊരിപ്പോകാതെ രക്ഷിക്കുകയുണ്ടായി. ഇക്കാര്യം പിന്നീട് കൈകേയി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ സംപ്രീതനായിക്കൊണ്ട് 2 വരങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിനക്ക് നൽകുന്നുണ്ട്, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. പക്ഷേ കൈകേയി ആവട്ടെ തനിക്ക് ഇപ്പോൾ ഒരു വരവും ആവശ്യമില്ല, ആവശ്യം വരുന്ന സമയത്ത് ഞാൻ അങ്ങയോട് ചോദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീരാമൻ്റെ ജനനത്തിന് പിന്നിലുള്ള ആ കഥയെക്കുറിച്ചും അതുപോലെ തന്നെ ദശരഥ മഹാരാജാവിൻ്റെ ആദ്യത്തെ പേരിനെക്കുറിച്ചും നേമി എങ്ങനെയാണ് ദശരഥ മഹാരാജാവായത് എന്നും അതുപോലെ തന്നെ കൈകേയിക്ക് രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം കൈകേയിക്ക് കിട്ടിയ വരം, ആ വരത്തെക്കുറിച്ചും ദശരഥ മഹാരാജാവിൽ നിന്ന് കൈകേയിക്ക് എങ്ങനെയാണ് ആ വരം കിട്ടിയത് എന്നതിനെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കണ്ടു. തീർച്ചയായും രാമായണത്തെക്കുറിച്ചുള്ള കൂടുതൽ നല്ല കഥകൾ ഇനിയും നമുക്ക് പരസ്പരം പറയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ കഥ പറച്ചിലിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ചോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് എന്നെ അറിയിച്ചാൽ തീർച്ചയായും എനിക്കത് മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.